അപ്പം നമ്മൾ 20-ാം തീയതി മുതൽ 60 ഡേയ്സ് ചലഞ്ചിന് തുടക്കം കുറിക്കുകയാണ്. എല്ലാവരും ഉഷാറല്ലേ അല്ലേ? അപ്പം വെയിറ്റ് മാത്രം കുറയുക എന്നുള്ളതല്ല, വെയിറ്റ് കുറയുന്നതിനേക്കാളും നമുക്കൊരു ഫാറ്റ് ലോസ് ഉണ്ടാകണം ഇത്തവണ. നല്ല രീതിയിൽ ബോഡിയിൽ ഷേപ്പ് വരണം. പിന്നെ വെയിറ്റ് ലോസ് എന്ന് പറയുന്നത് വെയിറ്റ് കുറയുക, അതുപോലെ തന്നെ ഫാറ്റ് ലോസ് ഉണ്ടാകുക, നല്ല ഉറക്കം കിട്ടുക, നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയിൽ നമുക്ക് ആ ഒരു ക്ഷീണം, നമുക്കുണ്ടായിരുന്ന ക്ഷീണം മാറുക, അതൊക്കെ നല്ലൊരു വെയിറ്റ് ലോസിൻ്റെ ലക്ഷണമാണ്. മറിച്ച് വേമിഷനി കാണിക്കുന്ന ആ ഒരു ഡിജിറ്റിൻ്റെ മാത്രം കുറയലല്ല വെയിറ്റ് ലോസ് എന്നുള്ളത്. അത് ചിന്തിച്ചുകൊണ്ട് വേണം ഇത്തവണത്തെ ചലഞ്ചിൽ എല്ലാവരും നിൽക്കാനായിട്ട്. ഞാനും ഉഷാറാണ്. കാര്യം വെയിറ്റ് നമുക്ക് നല്ല രീതിയിൽ കുറച്ചെടുക്കാൻ പറ്റുന്നത് കുറച്ചെടുക്കുക, ഫാറ്റ് ലോസ് ഉണ്ടാക്കാൻ പറ്റുന്നത് അങ്ങനെ എടുക്കുക, നമ്മുടെ ബോഡിയിൽ പല പല അസുഖങ്ങൾക്കും കാര്യങ്ങൾക്കും വ്യത്യാസം വരുത്താൻ പറ്റുമെങ്കിൽ അങ്ങനെ വ്യത്യാസം വരുത്തുക. പിന്നെ നീ എന്ത് ചെയ്താലും വെയിറ്റ് കുറയത്തില്ല എന്ന് പറയുന്നവരോട് പോയി ഈ കാര്യങ്ങൾ ഷെയർ ചെയ്ത് വെയിറ്റ് ലോസിന് അങ്ങനെ തന്നെ തുടക്കത്തിൽ തന്നെ മടുക്കാതിരിക്കാൻ ശ്രമിക്കുക. നല്ലൊരു 60 ഡേയ്സ് ചലഞ്ച് അല്ല ഉഷാറോടുകൂടി ഞാനും ഉണ്ടാവും. കാര്യം എല്ലാ തവണയും യാത്രയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് എനിക്കും ഇടയ്ക്ക് ഫ്ലോപ്പായി പോകാറുണ്ട്. ഇത്തവണ ഞാൻ നല്ല ഇൻട്രസ്റ്റോടുകൂടി തന്നെയാണ് നിൽക്കുന്നത്. നമുക്ക് ഡെയിലി വെയിറ്റ് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ PCOD ഉള്ളവരാണേലും തൈറോയ്ഡ് ഉള്ളവരാണേലും ആരാണേലും ഫാറ്റി ലിവർ ഉള്ളവരായിക്കോട്ടെ ആർക്കാണേലും ഇത്തവണ നമ്മുടെ ചലഞ്ചിൽ നല്ല രീതിയിൽ വ്യത്യാസം വരുത്തിയിരിക്കണം. അപ്പം ഉഷാറല്ലേ? എല്ലാവരും ഒരു ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്ത് പോവുക. അപ്പോൾ എല്ലാവരും ഇഷ്ടപ്പെട്ട ഡയറ്റ് ചെയ്യാൻ താല്പര്യമുള്ള എല്ലാവരും ഈ വീഡിയോസ് നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക, ഷെയർ ചെയ്യുക മാക്സിമം. അപ്പം നമുക്ക് 20-ാം തീയതി മുതൽ നല്ലൊരു അടിപൊളി എൻജോയ് ചെയ്തുള്ള എല്ലാ ഫുഡും കഴിച്ചുകൊണ്ട് കൂടി തന്നെ നമുക്ക് എക്സസൈസ് ഉൾപ്പെടെയുള്ള ഒരു ഡയറ്റ് ചലഞ്ച് ചെയ്യാം. അപ്പം